കേസും പട്ടാണോ ഒക്കെ ആയിട്ട് കുറെ കോടതിയിൽ കയറി ഇറങ്ങിയത് കൊണ്ട് അത് പറഞ്ഞവരോട് പോയി ചോദിക്കുക നിങ്ങൾ ആദ്യം. പാൻ ഇന്ത്യൻ ലെവലിലും നാട്ടിൽ ഭയങ്കര കുപ്രസിദ്ധിയിലും വളർന്നുകൊണ്ടിരിക്കും. കേസുകാരൻ കോടതി കയറി ഇറങ്ങി നിയമം പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ കേസും പട്ടാണോ ഒക്കെ ആയിട്ട് കുറെ കോടതിയിൽ കയറി ഇറങ്ങിയത് കൊണ്ട് നമുക്കറിയാലോ, കുറേ കാലം നമ്മൾ കേസും പക്കാണൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാദികൾക്കും പ്രതികൾക്കും ചിലപ്പോൾ ഈ ഇത് പഠിച്ചു വന്ന വക്കീലന്മാരേക്കാൾ കൂടുതലുള്ള നിയമം അറിയാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവർ ഡെയിലി പോയി ഇരിക്കുകയാണ്. ഡെയിലി അല്ല, അവരെ കേസ് വിളിക്കുമ്പോൾ എത്ര വർഷം, ഏകദേശം 10 വർഷം എൻ്റെ കേസ് നടന്നു. അപ്പോൾ വക്കീലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടുത്തെ പ്രതികളോട് ചോദിച്ചാൽ അറിയാം ലോ പോയിന്റ്സ്. കറക്റ്റായിട്ട് ലോ പോയിന്റ്സ് അറിയാമെന്നല്ല, പക്ഷേ സംഭവങ്ങളൊക്കെ പറയും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് പറയും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറയാനും പറ്റാത്ത പാൻ ഇന്ത്യൻ ലെവലിലും നാട്ടിൽ ഭയങ്കര കുപ്രസിദ്ധിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ലാംഗ്വേജും ഇല്ല. തെലുങ്ക്, തമിഴ്, മലയാളം. അത് അത്ര ലാംഗ്വേജ് അല്ല മലയാളം. ഇന്ത്യയിൽ ഇനിയും ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അല്ല, അങ്ങോട്ട് ഹിന്ദി ഒന്നും പറഞ്ഞ് നമ്മൾ എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല. ഹിന്ദി ക്ലാസ് തന്നെ രക്ഷപ്പെട്ട് വന്ന നമുക്കറിയാം. അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ക്യാരക്ടർ ചെയ്തു, പിന്നെ ആ വലിയ ക്യാരക്ടറിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ. അങ്ങനെയല്ല, ഇടയ്ക്ക് നമ്മൾ ചെറിയ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ സിനിമ ചെയ്യണം. അപ്പോഴാണ് ലൈഫിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ ലൈഫിൻ്റെ സിഗ്നൽ തന്നെ പോണത് കണ്ടിട്ടില്ല, ഇങ്ങനെ 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 ഇങ്ങനെ. അത് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടീം തീർന്നു എന്നർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾ വലിയ പടം ചെയ്യണം, വലിയ ക്യാരക്ടർ ചെയ്യണം, പിന്നെ ചെറിയ ക്യാരക്ടർ ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിനയിക്കാൻ താല്പര്യമുള്ളത് നമുക്ക് എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും അഭിനയിക്കാനുള്ളത് നിങ്ങളിങ്ങോട്ട് എഴുതി റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ അഭിനയിക്കും. അതിൽ ചെറുതുമില്ല വലുതുമില്ല, അതൊക്കെ എല്ലാം ഒരു ദിവസത്തെ പെർഫോമൻസാണ് അല്ലേ. രാത്രി പകൽ അതന്നെയല്ലേ, ഒരു വ്യത്യാസമില്ലല്ലോ. ഒരു രാത്രി പകൽ, ഒരു പകൽ രാത്രി ഇല്ലല്ലോ. അപ്പോൾ ഈ രാത്രിയും പകലും കടന്നു പോവുക, നമുക്ക് ചെയ്യാനിഷ്ടമുള്ള സാധനം ചെയ്തിട്ട്. അല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാൻ നമ്മൾ ഒരു തരത്തിലും നോക്കുന്നില്ല. അവർ ചകഞ്ഞ് വന്നിട്ട് കുറ്റം പറയുള്ള ഫാമുകൾ കണ്ടെത്തുന്നതാണ്. നഗ്നനായി കുളിക്കുന്നവനാണോ കുറ്റം, അത് നോക്കി ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുന്നതാണോ കുറ്റം? ഏതാ കഴിഞ്ഞില്ലേ? കേസുകാരൻ കോടതി കയറി ഇറങ്ങി നിയമം പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നല്ലേ. അത് കേസൊന്നും പറയാൻ പറ്റില്ല, അത് ആരോപണം. അപ്പോൾ എന്താ അതെനിക്കറിയില്ല, നമ്മളതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് കോടതിയും അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും അത് പറയാൻ വേണ്ടിയിട്ട് അതിപ്പോൾ അത് പറഞ്ഞവരോട് പോയി ചോദിക്കുക നിങ്ങൾ ആദ്യം. ഞാനായിട്ട് നിങ്ങളോടടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതാരാ പറഞ്ഞേ? പറഞ്ഞവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.